2025 മാർച്ച് 28-ന് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ശക്തമായ ഭൂകമ്പം മധ്യ മ്യാൻമറിലുണ്ടായി. അതിന്റെ പ്രഭവകേന്ദ്രം മണ്ടാലയ്ക്ക് സമീപമാണ്. 10 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂകമ്പം വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. മ്യാൻമറിനെയും തായ്ലൻഡ്, ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും ബാധിച്ചു. ദുരന്തത്തിന്റെ ഫലമായി 1600-ലധികം പേർ മരിച്ചു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ ഇപ്പോഴും കാണാതായി. കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ എന്നിവ തകർന്നു. മുഴുവൻ സമൂഹങ്ങളും തകർന്നു. മ്യാൻമറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷം രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും കൂടുതൽ സങ്കീർണമാക്കി, സഹായ വിതരണം ദുഷ്കരമാക്കി. തായ്ലൻഡിൽ, ബാങ്കോക്കിൽ വരെ ഭൂചലനം അനുഭവപ്പെട്ടു. അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു. കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേരെ കാണാതാവുകയും ചെയ്തു. തുടർചലനങ്ങൾ തുടർന്നതിനാൽ മേഖലയിലുടനീളമുള്ള ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയോടി. അന്താരാഷ്ട്ര സമൂഹം സഹായിക്കാനെത്തി. അടിയന്തര ദുരിതാശ്വാസത്തിനായി ഐക്യരാഷ്ട്രസഭ $5 മില്യൺ അനുവദിച്ചു. അതേസമയം ചൈന, ഹോങ്കോങ്, റഷ്യ എന്നിവ രക്ഷാപ്രവർത്തക സംഘങ്ങളെയും സാധനങ്ങളെയും അയച്ചു. എന്നിരുന്നാലും തകർന്ന വിമാനത്താവളങ്ങൾ, തടസ്സപ്പെട്ട ആശയവിനിമയ ലൈനുകൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കേടുപാടുകൾ സഹായപ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കി. 1912-ന് ശേഷം മ്യാൻമറിനെ ബാധിച്ച ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. ഇത് മേഖലയിലെ ഭൂകമ്പ സാധ്യതകളെ എടുത്തുകാണിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നതിനാൽ ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ദുർബല പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ഭൂകമ്പ തയ്യാറെടുപ്പും പ്രതികരണ നടപടികളും അടിയന്തരമായി ആവശ്യമാണെന്ന് ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു.